സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ വരുന്നത്. അതിനു മുന്നേ പലരും എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുന്നു, മെസ്സേജ് ഇട്ട് ചോദിക്കുന്നു, എന്താണ് പേര്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ. ഇത് വളരെ കൃത്യമായിട്ട് താഴെ എഴുതി കാണിക്കുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് പല ആൾക്കാരും ബന്ധപ്പെടുന്നു. അപ്പോൾ വീഡിയോയിൽ കൃത്യമായിട്ട് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് MG വിനോദ് എന്നാണ്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 16-17 വർഷക്കാലത്തോളമായിട്ട് ആധ്യാത്മിക പ്രഭാഷണത്തിൽ ഉണ്ട്. മാത്രമല്ല നമ്മുടെ ഈ മുഴുവൻ സമയം സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. മുഴുവൻ സമയം സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ട് യാത്ര ചെയ്യുകയും അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആവും വിധം പ്രവർത്തിക്കുന്നു എന്നർത്ഥം. ഇന്ന് വ്യത്യസ്തമായൊരു വിഷയമാണ് എന്നാണല്ലോ പറഞ്ഞത്. അതിലേക്ക് കടക്കാം, അല്ലെങ്കിൽ നമ്മൾ കാട് കയറിപ്പോവും. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട് നിൽക്കുന്ന ഒരു സ്ഥലം, ചില ആൾക്കാർ 5 സെൻറ്റ് ഭൂമിയാകാം, ചില ആൾക്കാർക്ക് വലിയ ഭൂപ്രദേശം 1 ഏക്കർ 2 ഏക്കറൊക്കെ ഭൂമി ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള ആ വീട്ടിൻ്റെ പറമ്പിൽ ഏതേത് മരങ്ങളാണ് നടേണ്ടത്, അതുകൂടാതെ ചെടികൾ നടും, അത് ഏത് ഭാഗത്ത് വേണം, ഏതെങ്കിലും നട്ടുകൂടാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെടികൾ നമ്മുടെ ഇതിലുണ്ടോ, അല്ലെങ്കിൽ മരങ്ങൾ നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കാൻ പാടില്ലാത്തതായിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിന് അഥവാ മരം നടുന്നിട്ട് തന്നെ ഏത് ദിക്കിൽ നടണം, ഇനി എന്തിനാണ് ഇങ്ങനെ മരം നടുന്നതിനൊക്കെ വളരെ കർക്കശമായിട്ടുള്ള ഒരു ആചാരം നമ്മുടെ ഇടയിൽ കൊണ്ടുവരുന്നത്. പല ആൾക്കാരും പറയില്ലേ, എന്തേ ആ മരം ഇവിടെ നട്ടാൽ എന്താണ്, ഈ മരം അവിടെ നട്ടാൽ എന്താണ്, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, അതിലെന്താണ് ദോഷം, എന്താണെങ്കിൽ അത് പറയൂ എന്നൊക്കെ ആൾക്കാർ തർക്കിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു തർക്കമില്ലാതിരിക്കാൻ വേണ്ടി നമ്മളുടെ യുക്തിക്ക് നിരക്കുന്ന തരത്തിലുള്ള ഒരു ആരെങ്കിലും ചോദിച്ച മറുപടി കൊടുക്കണ്ടേ, അതാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, നമ്മുടെ ഭൂമിയിലും നമ്മുടെ വീടിനകത്തും പല തരത്തിലുള്ള എനർജികളുണ്ട്. എല്ലാ സ്ഥലത്തും എനർജി ഉണ്ട്. കാരണം സൂര്യനിൽ നിന്നും ഒരു എനർജി നമ്മളിലേക്ക് എത്തുന്നതുകൊണ്ട് നമ്മളത് അറിയുന്നു. അതുപോലെ അന്തരീക്ഷത്തിൽ വായുവിൻ്റെ ഇത് ശ്വസിക്കുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നു. ചില സമയത്ത് നല്ല ചൂട് അനുഭവപ്പെടുമ്പോൾ ഒരു തണുത്ത മന്ദവായുധന ഇങ്ങോട്ട് അടിക്കുമ്പോൾ നമുക്കതൊരു ആശ്വാസം തോന്നും. അപ്പോൾ ആ കാറ്റ്, നല്ല കാറ്റുണ്ട് എന്ന് പറയും. ചില അവസരത്തിൽ അതിശക്തമായ കാറ്റിൽ വീടല്ല മറ്റ് പലതും എടുത്തുകൊണ്ട് പോകുമ്പോൾ പറയും, അയ്യോ അത് ഭയങ്കര ചുഴലിക്കൊടും കാറ്റ് പോലെ ഉണ്ടല്ലോ എന്ന് പറയും. അതൊക്കെ പ്രകൃതിയിലുള്ള നിരവധി ഊർജമാണ്. അതുപോലെ തന്നെ നമുക്ക് അനുഭവം ഇല്ലാതെ തന്നെ പലതരത്തിലുള്ള കാന്തിക ഊർജമുണ്ട്. ആ കാന്തിക ഊർജം പലതരത്തിലായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വാസ്തു പുരുഷൻ്റെ പാദം നിൽക്കുന്ന കാൽഭാഗത്തു നിന്നും ശിരസിൻ്റെ ഭാഗത്തേക്ക് ഒരു എനർജി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വീടെടുത്ത് തിരിക്കട്ടെ, ആ വീടിൻ്റെ മധ്യഭാഗത്ത് കൂടി, ആ ഭൂമിയുടെയും വീടിൻ്റെയും മധ്യഭാഗത്ത് കൂടി ഒരു എനർജി കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുൻഭാഗത്തു നിന്നും ഉള്ള മധ്യഭാഗം നോക്കിയപ്പോൾ തന്നെ സൈഡിൽ നിന്നും, ഇരുവശങ്ങളിലുള്ള സൈഡിൽ നടുക്കിൽ നിന്നും ഇതേപോലെ തന്നെ എനർജി കടന്നു പോകുന്നുണ്ട്. അതൊക്കെ മനുഷ്യനെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുകയും ചെയ്യും. നമുക്ക് കാറ്റും അതുപോലെ തന്നെ സൂര്യപ്രകാശവും ബാക്കിയെല്ലാം നമുക്ക് സ്വാധീനിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന എനർജിയും സ്വാധീനിക്കും. നമ്മളോടൊന്ന് പറയുന്നറിയോ, നിങ്ങൾ കിഴക്ക് വശം തലവെച്ച് കിടക്കണം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഭൂമിയുടെ കാന്തിക ശക്തിക്ക് അനുകൂലമായിട്ട് വേണം നമ്മൾ തലവെച്ച് കിടക്കാൻ. അപ്പോൾ ആ കാന്തിക ശക്തി എങ്ങനെയാണുള്ളത്, ആ കാന്തിക ശക്തിക്ക് അനുകൂലമായി തലവെച്ചില്ല എങ്കിൽ അത് പ്രതികൂലമായിട്ടാണ് വെക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ 2 കാന്തങ്ങളുടെ സ്വജാതീയ ധ്രുവങ്ങൾ തമ്മിലിങ്ങനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് വികർഷിക്കും. അത് മുട്ടിക്കാൻ കഴിയില്ല. 2 കാന്തങ്ങളുടെ സ്വജാതീയ ധ്രുവം. ഇനി വ്യത്യസ്തമായ ഭാഗങ്ങളാണെങ്കിൽ അത് ചേർന്ന് കിടക്കും, ഇല്ലേ? അതുപോലെ ഈ ഭൂമിയിലുള്ള എനർജിയും നമ്മുടെ എനർജിയും തമ്മിൽ ചേർന്ന് നിൽക്കണം.
അതിന് വേണ്ടുന്ന വിധത്തിലാണ് നമ്മൾ രാത്രി കിടക്കുന്നത്. അല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എനർജിയും ഭൂമിയുടെ എനർജിയും വ്യത്യസ്ത മേഖലയിലൊക്കെ ആകുമ്പോൾ അത് നമുക്ക് ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, ഹിസ്റ്റീരിയ പോലുള്ള അസുഖവും വരും. അപ്പോൾ അതുപോലെ വീടിനകത്തും വീടിന് വെളിയിലും ഇതുപോലെ പലതരത്തിലുള്ള എനർജികളുണ്ട്, നമുക്കത് കാണാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ്, അതിന് അനുകൂലമാക്കാൻ വേണ്ടി, ആ എനർജിയെ നമുക്ക് അനുകൂലമാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീടിൻ്റെ പരിസരത്ത് നടന്ന മരങ്ങൾക്ക് ഒരു ദിശ പറഞ്ഞിരിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ മാത്രം പറയാം. ഉദാഹരണം കിഴക്ക്. ഈ കിഴക്ക് ഭാഗത്ത് വീടിൻ്റെ നേരെ മുൻഭാഗത്തായിട്ട് ഒരു ആൽമരം ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെയേറെ ഗുണമാണ്. വീടിൻ്റെ മുഖം കിഴക്കോട്ടാണ്, അതിൻ്റെ മുന്നിൽ തന്നെ ഒരു ആൽമരം ഉണ്ടെന്നിരിക്കട്ടെ. എന്താണെന്നറിയാത്, ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് കാറ്റ് വീശുമ്പോൾ ഈ ശുദ്ധമായ ഓക്സിജനാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ച് കയറുന്നത്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മരമാണല്ലോ ആൽമരം. അപ്പോൾ ആ കാറ്റടിക്കുന്ന അവസരത്തിൽ എന്താണ്, ഈ പറയുന്ന ആൽമരത്തിൽ നിന്നും ശുദ്ധമായ ഓക്സിജൻ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമല്ലോ. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലെ ആൾക്കാർക്കെല്ലാം നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകില്ലേ. ഇത് തന്നെയാണ് ഓരോ ദിക്കിലും ഓരോ കാര്യങ്ങൾ നടന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ. തുളസി എന്ന് പറയുന്ന ഇത് പ്രത്യേകിച്ച് അഗ്നിമൂലയുടെ ആ ഭാഗത്തൊക്കെ തുളസി നട്ടുപിടിക്കും. നമ്മുടെ വീടിൻ്റെ കിഴക്ക് തെക്ക് ഭാഗം, ആ ഭാഗം മൊത്തം നമ്മൾ ഈ തുളസി നട്ടുപിടിപ്പിക്കും. മുൻഭാഗത്ത് നമുക്ക് തുളസി നട്ടുപിടിക്കാം. എന്താ, ഇതേപോലുള്ള ഔഷധ ഗുണങ്ങളാണ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് സുലഭമായിട്ട് വരുന്നത്. ഇതിന് അതുമാത്രമല്ല, കിഴക്കും പ്രത്യേകിച്ച് അഗ്നികോണിൽ നടണമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ സൂര്യകിരണങ്ങൾ ഇതിൽ തട്ടും. ഇതിൽ തട്ടുന്ന സമയത്ത് അതിന് എക്സ്ട്രാ പവർ ഉണ്ടാവും. ചിലപ്പോൾ ചൂടാക്കുമ്പോൾ അത് സൂര്യനിൽ നിന്നുള്ള ആ കിരണങ്ങളും ഈ തുളസിയിലുള്ള ഔഷധ ഗുണവും ചേർന്നിട്ട് ഉള്ള ഗന്ധം നമ്മുടെ വീടിനകത്ത് എത്തുമ്പോൾ ഒരുപാട് രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും എന്നാണ് പറയുന്നത്. വെറുതെ ഒരു സ്ഥലത്ത് നടാൻ വേണ്ടി പറയുന്നില്ല. ഇതെല്ലാം പൂർവികന്മാർ കൃത്യമായിട്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് എങ്ങനെയുള്ള മരം നടണം എന്നറിയോ? കിഴക്ക് ഭാഗത്ത് ആൽമരം നടാം, ഇലഞ്ഞി മരം നടാം, ചക്കയുണ്ടാകുന്ന പ്ലാവില്ലേ, ആ പ്ലാവൊക്കെ ഈ സ്ഥലത്ത് നമുക്ക് ധൈര്യത്തിൽ നടാവുന്നതാണ്. പക്ഷേ ഈ മരങ്ങളൊക്കെ നടുന്നത് നമ്മൾ പറഞ്ഞില്ല. നാളെ തന്നെ നിങ്ങളൊരു 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 15 സെൻറ്റ് സ്ഥലമുണ്ട്, എല്ലാം വേണ്ട 20 സെൻറ്റ് സ്ഥലമുണ്ട്, നിങ്ങൾ അതിൻ്റെ നമുക്ക് കിഴക്ക് ഭാഗത്ത് മുറ്റം കഴിച്ച് തൊട്ട് അവിടുത്തെ വലിയൊരു ആൽമരം നടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു മരം നടുന്ന സമയത്ത് അത് ചെറുതായിരിക്കും. നമ്മൾ തെങ്ങ് വെക്കുന്ന സമയത്ത് ചെറുതായിരിക്കും, പിന്നെയല്ലേ വലിയതായിട്ട് എൻ്റെ മണ്ടയിലേക്ക് കയറേണ്ടത്. മാവായാലും പ്ലാവായാലും അതുപോലെ തന്നെയല്ലേ. ഈ മരങ്ങൾ നടുന്ന സമയത്ത് ഭാവിയിൽ ഇത് എത്രത്തോളം വളരുമെന്നും, അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ എൻ്റെ വീടിനും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിനും ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാവാൻ പാടില്ല. ഈ ഗുണമുണ്ടാകുമെന്നല്ലോ ഒക്കെ തന്നെ ഏത് മരമായാലും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു മരം നടുമ്പോൾ ആ മരം എത്ര കണ്ട് ഹൈറ്റ് ഉണ്ടാകും, 20 അടിയാണോ 30 അടിയാണോ അല്ലെങ്കിൽ 25 അടിയാണോ അത്ര ഹൈറ്റും, അതുപോലെ നിശ്ചിതമായിട്ടുള്ള അവിടെ നിന്നും ഇപ്പം ആൽമരാകുമ്പോൾ ഹൈറ്റ് മാത്രം നോക്കിയാൽ അതിൻ്റെ കൊമ്പുകൾ വരും, അതിൻ്റെ വേര് താഴ്ത്തിറങ്ങി പിന്നെ അവിടുന്ന് കൊമ്പുകൾ വരും. അങ്ങനെ വ്യത്യസ്തമായിട്ട് വലിയ പടർന്ന് പന്തലിക്കുന്നതാണ് ആൽമരം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വീടിൽ നിന്നും ഒരു 50 സെൻറ്റിന് അപ്പുറം വേണം നമ്മൾ പരമാവധി നടാൻ വേണ്ടിയിട്ട്. ഗുണം അത്രയാണ്. ഇത്രയും വലിയ വടവൃക്ഷമല്ലേ, അതിൻ്റെ ഗുണം നടാൻ നാട് മുഴുവൻ കിട്ടും പിന്നെയല്ലേ. അപ്പോൾ അതിന് അത്രയും ഗുണം കിട്ടുമ്പോൾ അത് ദൂരെ നിന്നാലും പ്രശ്നമില്ല. ഇനി തേക്ക്, പ്ലാവ്, മാവ്, തെങ്ങ്, കവുങ്ങ് ഇത്യാദി മരങ്ങൾ വേറെ ഉണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ഓരോ ഭാഗത്ത് ഇങ്ങനെ നടില്ലേ. ഇങ്ങനെ നടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ മരത്തിൻ്റെ ഹൈറ്റ് നമ്മൾ ഏകദേശം നോക്കണം, എത്ര ഹൈറ്റിലേക്ക് ഇത് പൊങ്ങും. പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത്ര ഹൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ നല്ലൊരു കാറ്റോ അല്ല വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇത് പിഴുത് നമ്മുടെ വീടിൻ്റെ മണ്ടയിലേക്ക് എത്താൻ പാടില്ല. അതാണ് പണ്ടുള്ള ആൾക്കാരുടെ കണക്ക്. ഇന്ന് 10 സെൻറ്റ് സ്ഥലത്ത് തന്നെ 10 തേക്ക് വെച്ച് പിടിപ്പിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അത് നിശ്ചിത പ്രായത്തുമ്പോൾ അവരത് മുറിച്ച് പെട്ടെന്ന് തന്നെ കച്ചവടം ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ നമുക്ക് ഗുണകരം ഈ മരങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ ചെടികളും നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പ്രകാരമാണെങ്കിൽ തെക്ക് ഭാഗത്ത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുളിമരം ഏറ്റവും നല്ലതാണ്. എന്തുകൊണ്ടാണ് തെക്ക് ഭാഗത്ത് നിന്ന് നോക്കണം? ഈ പുളിമരത്തിനും അതുപോലെ നെല്ലി, ഈ 2 മരത്തിനും ഭയങ്കര ഉറപ്പാണ്. അതിൻ്റെ കൊമ്പ് നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റാത്ത തരത്തിൽ ഉറപ്പാണ് പുളിയുടെയൊക്കെ.
അപ്പോൾ ശക്തമായ കാറ്റിനെ തടഞ്ഞു നിർത്താൻ കഴിവുള്ളതാണ് ഈ പറയുന്ന പുളിമരം പോലെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന തെക്ക് ഭാഗത്ത്, ഇത് മാത്രമല്ല വേറെയും ഗുണമുണ്ട്, അത് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഈ പുളിമരം, നെല്ലി, അതുപോലെ തന്നെ മറ്റുള്ള കവുങ്ങും തെങ്ങും അതൊക്കെ തന്നെ ഈ ഭാഗത്ത് നടാം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ കുമ്പിൾ എന്ന് പറയുന്ന സാധനം, അതുപോലെ തന്നെ കൂവളം എന്ന് പറയുന്ന സാധനം, അത്തി എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ തന്നെ ഏത് ഭാഗത്ത് നടാം? ഈ പറയുന്ന തെക്ക് ഭാഗത്ത് നടുന്നതിൽ ഒരു തെറ്റുമില്ല. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലോ ഏഴിലം പാല, നമുക്ക് ഭയങ്കര വിഷമമുള്ളതാണ്. പക്ഷേ നമ്മുടെ വീട്ടു പറമ്പിൽ കുറച്ച് ദൂരമുണ്ട്, അത് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള സാധനമാണ്, ഒരുപടി ഔഷധം ഉള്ള സാധനമാണ്. അപ്പോൾ അത് വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് തടുന്നത്, ഈ നട്ട് വളർത്തുന്നത് നല്ലതാണ്. കവുങ്ങ് പോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വളരെ നല്ലതാണ് എന്നർത്ഥം. അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് നമ്മളെല്ലാവരും വീടിൻ്റെ അടുക്കള ഭാഗത്ത് കറിവേപ്പില നടാറില്ലേ? ശരിക്കും ഏറ്റവും നല്ലത് വടക്ക് ഭാഗത്ത് അല്പം മാറിയിട്ട് നടണം. അതിന് കാരണമുണ്ടേ, അത് പറഞ്ഞുതരാം. അപ്പോൾ ഈ കറിവേപ്പിലയുടെ വേരിൽ വളരെ കഠിനമായ അത് പലർക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കറിവേപ്പില നടുമ്പോൾ കുറച്ച് വീട്ടിൽ നിന്ന് അകത്തി നടണം എന്ന് പറയാൻ കാരണം. അതിൽ ഇല നല്ല ഔഷധ ഗുണമാണെങ്കിൽ വേരിന് അതിശക്തമായ വിഷമാണ്. അപ്പോൾ ഈ പറയുന്ന കറിവേപ്പില കുറച്ച് വടക്ക് ഭാഗത്താണ്, അല്പം വിട്ടിട്ട് വേണം നടാൻ വേണ്ടിയിട്ട്. ആ വടക്ക് ഭാഗത്ത് ഏറ്റവും അനുയോജ്യമായ മരം ഏതാണെന്ന് വെച്ചാൽ മാവാണ്. മാവ് ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള മാവായിക്കോട്ടെ, കശുമാവാവട്ടെ, ഏത് മാവട്ടെ, അതൊക്കെ വടക്ക് ഭാഗത്ത് നല്ലപോലെ നട്ട് വളർന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നാഗമരം, ഇത്തി, ഇതൊക്കെ ആ ഭാഗത്ത് നടാം. ഇതെന്തിനാണ് ഈ മാവ് അവിടെ നടുന്നത്? നമ്മുടെ വാസ്തുശാസ്ത്രപ്രകാരം വീടിൻ്റെ വേസ്റ്റ് കുഴിയൊക്കെ വടക്ക് ഭാഗത്താണ് നല്ലത്. കക്കൂസിൻ്റെ കുഴിയും വടക്ക് ഭാഗത്ത് നല്ലതാണ്. എന്തെങ്കിലും കച്ചറകളൊക്കെ ഇട്ട് കത്തിക്കാൻ ഏറ്റവും ഉത്തമം വടക്ക് ഭാഗമാണ്. അങ്ങനെ ആ ഭാഗത്ത് കത്തിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ആ വേസ്റ്റും കച്ചറ ഇടുന്ന സ്ഥലമാണ്. ഇനി അടുക്കളയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം, ഇവിടെയൊക്കെ വെച്ചാൽ വല്ലാത്ത രീതിയിൽ അണുക്കളുണ്ടാവും. വേസ്റ്റും കച്ചറയും അടുക്കളയിലുള്ള വേസ്റ്റ് കൊണ്ടിടും, അതിലെ മുറിയിലുള്ള മറ്റേത് കത്തിക്കാൻ കൊണ്ടിടും. അപ്പോൾ ഈ വടക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ വടക്ക് ഭാഗമാണ്. അപ്പോൾ ആ വടക്ക് ഭാഗത്തിനെ ശുദ്ധമാക്കാൻ ഇന്ന് ഉള്ള മരങ്ങളിൽ ഏറ്റവും നല്ല പോലെ ശുദ്ധികർമ്മം ചെയ്യുന്നത് മാവാണ്. പണ്ട് കാലങ്ങളിൽ ഈ വീടുകളിൽ തോരണം തൂക്കാൻ ഈ മാവിൻ്റെ ഇല എടുക്കുക. കാരണം വെച്ചാൽ അത് വീട്ടിൽ ശുദ്ധി ചെയ്യുന്നത് കൊണ്ട്. മരിച്ചു കഴിഞ്ഞ വ്യക്തിയുടെ ശവം ദഹിപ്പിക്കാൻ മാവിൻ്റെ വിറക് എടുക്കുക, കാരണം അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ അത്രയേറെ അണു നശിപ്പിക്കുന്ന ഒരു മരമുണ്ടെങ്കിൽ അത് മാവാണ്. അപ്പോൾ ഈ മാവാണ് അവിടെ വരുന്നിരിക്കട്ടെ വടക്ക് ഭാഗത്ത്. അപ്പോൾ എന്തായി, ആ ഭാഗം മുഴുവൻ തന്നെ ശുദ്ധമാക്കുന്നു എന്നർത്ഥം. അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പറയുന്ന മാവും പ്ലാവ്, തെങ്ങ്, കവുങ്ങ് ഇത്യാദി മരങ്ങളൊക്കെ ഉണ്ടല്ല, ഇത് ഞാൻ ഏകദേശം ഒരു ഭാഗം പറഞ്ഞു, അവിടെ വെക്കുന്നത് ഉത്തമമെന്ന് പറഞ്ഞു, അത് ഗുണം ചെയ്യും. എന്നാൽ നമ്മൾക്ക് മൂലകൾ ഒഴിച്ചിട്ട്, വീടിൻ്റെ മൂലകൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഭാഗത്തും നട്ടാലും ദോഷമൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന കണിക്കൊന്ന, ചെമ്പകം, അങ്ങനെ മറ്റു പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങളുണ്ടല്ലോ, ഇതെന്താ വേണ്ടത് വെച്ചാൽ നമ്മളെ വീടിൻ്റെ നേരെ ഭാഗത്ത് വരാൻ പാടില്ല, ഇരുവശങ്ങളിലേക്ക് വരാം. ഇരുവശങ്ങളിൽ വീടിൻ്റെ നേരെ മുൻഭാഗത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അതല്പം മാറ്റി വേണം നടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുള നമ്മുടെ വീടിനോട് ചേർന്നിട്ട് ഒരിക്കലും വെക്കരുത്. കള്ളിച്ചെടി, പാലമരം തുടങ്ങിയവയെല്ലാം വളരെ അകത്തി വെക്കണം. കാരണം ഇതൊക്കെ അപകടകരമായിട്ടുള്ള സാധനങ്ങളാണ്, വളരെയേറെ ദോഷം ചെയ്യുന്ന സാധനമാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ചില ആൾക്കാർ വീടിനോട് ചേർന്നിട്ട് നിരവധി ചെടികളും ചട്ടികളും അത് ഒരുപാട് കാര്യങ്ങൾ വെക്കാറുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ വീടിൻ്റെ ചുറ്റുവട്ടത്ത് എവിടെയും കാടും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ വെക്കുന്നുണ്ട്, വലിയ ദോഷമില്ല. അല്ല എങ്കിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടി ഉണ്ടാവും, വള്ളിച്ചെടികളുണ്ടാവും, മറ്റു വാഴകളുണ്ടാവും, മരങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വീടിനോട് ചേർന്ന് വെക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം രണ്ടെണ്ണം. ഒന്ന് പ്രധാനമായിട്ട് വെച്ചാൽ ഇപ്പം ഒരു വാഴയാവട്ടെ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മരങ്ങളാവട്ടെ, അത് വീടിനോട് ചേർന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ നേരെ പാമ്പുകളും മറ്റു ജന്തുക്കളും നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് എത്തുക. അതല്ലെങ്കിൽ ജനാലിൻ്റെ ഉള്ളിലൂടെ, ജനലിൻ്റെ മുട്ടിയിട്ടുണ്ടാവുക, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അവിടെ തുണി ഇട്ടിട്ട് ആ തുണിയിലൂടെ നേരെ അകത്തേക്ക് കിടക്കാൻ ഇടവരും. അപ്പോൾ ഇതൊന്നും നമ്മളറിയില്ല. ചിലപ്പം അതിനോട് ചില കട്ടിലുണ്ടാവും. ഈ കട്ടിൻ്റെ അടിയിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പം ബെഡ്ഷീറ്റെല്ലാം അതുപോലെ ബെഡൊന്നും മടക്കി വെച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും കയറി കൂടുക. നമ്മളിത് അറിയാണ്ട് വന്നിട്ട് വേഗം ചാടിക്കിടക്കും, അത് ചാടിക്കൊത്തും,
നമ്മളൊരു ചാടി മരിക്കും. അതായിരിക്കും അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് വെച്ചാൽ ഈ വീടിനോട് ചേർന്നിട്ട് എപ്പോഴും വീടിനോട് ചേർന്നിട്ട് എന്തെങ്കിലും കൊമ്പുകളോ മറ്റോ വളരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വെട്ടി മാറ്റണം, ചേർന്ന് നിൽക്കരുത്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് കിടന്നു കഴിഞ്ഞാൽ ആ ഇഴജന്തുക്കളും മറ്റും വന്ന് വളരെയേറെ ദുരിതം ഉണ്ടാക്കും. ഇനി കുറച്ചും കൂടി വലിയ മരങ്ങൾ ഇതിനടുത്തുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയത്ത് കാറ്റും ഇടിയും മഴയെല്ലാം വരുന്ന സമയത്ത് ഇതിന് തട്ടിയിട്ട് ഇത് നമ്മുടെ വീട്ടിലേക്ക് വീണിട്ടോ അല്ലെങ്കിൽ മിന്നലൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് തട്ടിയിട്ട് നമ്മുടെ വീടിന് കോട്ടം സംഭവിക്കാനും ഇടയുണ്ട്. അതിൽ തന്നെ ഈ മുരിങ്ങ എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ഇതെപ്പോഴും കിണറിനടുത്താണ് നടേണ്ടത്. കാരണം വെച്ചാൽ മുരിങ്ങയുടെ ഇല കർക്കിടകത്തിൽ അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്ത്, കർക്കിടകത്ത് പണ്ട് പറയുന്നത് വെച്ചാൽ കർക്കിടകത്തിലാണ് കൂടുതൽ മഴയുണ്ടായിരുന്നത്, എന്നാൽ നല്ലതുപോലെ മഴയുള്ള സമയത്ത് മുരിങ്ങ ഇല കഴിക്കാനേ പാടില്ല എന്ന് പറയും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മുരിങ്ങയുടെ ഇലയിലാണ് വെള്ളമുണ്ടാകുമ്പോൾ, നല്ലപോലെ വെള്ളം കിട്ടുന്ന അവസരത്തിൽ ഈ മുരിങ്ങയുടെ തണ്ടിലുണ്ടാകുന്ന വിഷാംശം മുഴുവൻ തന്നെ വലിച്ചെടുത്തിട്ട് അതിലെ ഇലയില വെക്കുക. ഇല ഇങ്ങനെ നല്ലപോലെ പെട്ടെന്ന് വാടിപ്പോവില്ല. അപ്പോൾ ഈ തണ്ട് നല്ലപോലെ തടി വണ്ണം വെക്കുകയും ആ തടിയിലുള്ള മുഴുവൻ വിഷാംശം നേരെ ഈ ഇലകളിലാണ് സംഭരിച്ച് വെക്കുക. അതുകൊണ്ടാണ് ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് വയറിളക്കവും മറ്റു പല കാര്യങ്ങളും വരും. കിണറിനടുത്ത് വെക്കാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ വേരുകൾ കിണറിലുള്ള വിഷാംശത്തെ പൂർണ്ണമായും വലിച്ചെടുക്കും, ശുദ്ധി ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ടാണ് കിണറിനടുത്ത് വെക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇല കിണറ്റിൽ വീഴാത്ത വിധത്തിൽ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാൻ വളരെ ഉത്തമമാണ് ഈ പറയുന്ന ഇത് എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മുൻഭാഗം ഒഴിവാക്കിയിട്ട് അല്പം വിട്ടിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഏത് ഭാഗത്ത് വേണം വെക്കാം. കൂവളം വെക്കാം, കടുക്ക വെക്കാം, കൊന്നമരം വെക്കാം, ദേവതാരം വെക്കാം, പ്ലാശി വെക്കാം, നെല്ലിമരം, ഓരോന്നിനും ഓരോ സ്ഥലം ഞാൻ പറഞ്ഞു. ഇത് കൂടാതെ ഏത് ഭാഗത്ത് വെച്ചാൽ ചെമ്പകായാലും കുമിഴായാലും ചന്ദനായാലും ഒക്കെ തന്നെ നമ്മുടെ ഏത് ഭാഗത്തും വെക്കാം. കാതലില്ലാത്ത മരമാണെങ്കിൽ കുറച്ച് അകത്തി വെക്കണം. മുരിക്ക്, ഇതൊക്കെ മുരിങ്ങയൊക്കെ തന്നെ വേഗം പൊട്ടിപ്പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അകത്ത് വീടിൻ്റെ മണ്ടയിലേക്ക് വീഴാത്ത വിധത്തിൽ കുറച്ച് അകത്തി വെക്കുക. ഔഷധ സസ്യങ്ങളായത് പരമാവധി വീടിനോട് ചേർന്ന് വെക്കുക. ഔഷധ സസ്യങ്ങൾ നിരവധി ഉണ്ടല്ലോ. അപ്പോൾ ചെക്കി ഔഷധമാണ്, തുളസി ഔഷധമാണ്, കൂവളം ഔഷധമാണ്. അതൊക്കെ വെച്ചാൽ കുറേ കൂടി നമുക്ക് പെട്ടെന്ന് ഉപയോഗപ്രദമായി, പെട്ടെന്നൊരു ബുദ്ധിമുട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാനും, അതുപോലെ ഇതിൻ്റെ അകത്തിൽ ഔഷധത്തിൽ കാറ്റ് തട്ടിയിട്ട് വലിയ മരം, ഇപ്പോൾ കൂവളം വലുതാകുന്നുണ്ട് നിശ്ചിത അകലത്തിലുണ്ട്, അത്ര അടുത്ത് വരാൻ പാടില്ല. കൂവളം നല്ല മരമായി മാറും. അപ്പോൾ അതിനനുസരിച്ച് നിശ്ചിത അകലത്തിൽ വേണം ഓരോന്നും നടാൻ വേണ്ടിയിട്ട്. അതേസമയത്ത് വെറ്റില, വാഴ, പിച്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും എന്ത് വേണം, അത് നമ്മുടെ വീടിനോട് ചേർന്ന് നമുക്ക് ഏതൊരു അവസരത്തിൽ വീട് വെച്ച് ചേർന്ന് മുട്ടിയിട്ടല്ല പറയുന്നത്, മുറ്റത്തിനോട് ചേർന്നിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. മുറ്റത്തിനോട് ആകുമ്പോഴാണ് അത് കൂടുതൽ നമുക്ക് ഗുണം കിട്ടുക എന്നർത്ഥം. ഇനി വേറൊരു കാര്യം കൂടി, ഇതൊരു സയൻസാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഭൂമിയിലും വീടിനകത്തും ഒരുപടി കെമിക്കൽ എനർജി ഉണ്ടാവും, മോശമായിട്ട് എനർജി നിരവധി ഉണ്ടാവും. അപ്പോൾ ഈ എനർജിയെ നമുക്ക് നശിപ്പിക്കണം. നമ്മൾ നോക്കൂ, വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടാവുക, ഒരാളുടെ ശാപവാക്കുകൾ, കലഹമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരാൾക്ക് കോപം വരുമെന്നിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ അകത്തി പിടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അത്ര ദൂരം ഉണ്ടല്ലോ, അത്രയും ദൂരത്തു നിന്നും മാത്രമേ നമ്മൾ കേൾക്കാനോ സംസാരിക്കാനോ ഒക്കെ പാടുള്ളൂ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 1 മീറ്ററെങ്കിലും ചുറ്റളവിൽ നമ്മൾ അവരുടെ അടുത്ത് നിൽക്കരുത്. രോഗമുള്ള ആൾക്കാരാവട്ടെ, കോപമുള്ളവരാവട്ടെ, കലഹപ്രിയരാവട്ടെ, ശാപവാക്കുകൾ ഉച്ചരിക്കുന്നതാവട്ടെ, അതിൻ്റെ എല്ലാം എഫക്റ്റ് ഈ ആൾക്കാർക്കെല്ലാം കിട്ടും. അത്രയും ഇതില്ല. ചെറിയ ആൾക്കാരാണ് ഇതിനടുത്താകുമ്പോൾ ഇത്തിരി അടുത്ത് നിൽക്കുമ്പോൾ അവർ പൊട്ടിത്തെറിച്ചിട്ട് ചിലപ്പം പ്രതികരിക്കുകയും കൊലപാതകം അടക്കം നടക്കുന്നത് ഒരു 2 കൈയുടെയും ചുറ്റളവില്ല. ഇങ്ങനെ എന്തെങ്കിലും നടക്കുമ്പോൾ അവരെന്താ വെച്ചാൽ റൂം മാറിയിട്ട് വേറെ ഏതെങ്കിലും റൂമിൽ പോയിട്ട് തൽക്കാലം ഒന്നും കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ നിൽക്കുക. കലഹമോ കുഴപ്പമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും അറിയാത്ത ഭാഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്നർത്ഥം. പക്ഷേ അത് ആ വീടിൻ്റെ ഉള്ളിൽ മുഴുവൻ തന്നെ അത് നിറഞ്ഞു കിടക്കുന്നുണ്ടാകും എന്നർത്ഥം. അപ്പോൾ ഇത്തരത്തിലുള്ള ആ എനർജി ആ വീട്ടിലൊക്കെ ഉണ്ടാകും. ഈ എനർജിയെ നശിപ്പിക്കാനാണ് നമ്മൾ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഓരോ മരങ്ങൾ നടുമ്പോൾ ആ മരത്തിൽ നിന്നും വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ ശുദ്ധീകരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് നമ്മൾ വേപ്പ് നമ്മൾ നടും. അന്തരീക്ഷത്തിനെ ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കുന്ന മറ്റൊരിതാണ്. കാരണം വെച്ചാൽ
ഈ ഓക്സിജനെ ശുദ്ധീകരിക്കാൻ വളരെ തരത്തിൽ ഉപകരിക്കുന്ന ഒരു മരമാണ് വേപ്പ്. ഇത് മാത്രമല്ല, ഇത് വീടിൻ്റെ അടുത്ത് നടുന്ന സമയത്ത് നമുക്ക് രക്തസംബന്ധമായി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ഫലപ്രദമായിട്ട് ഗുണം തരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ കൂവളം നമ്മൾ വീടിൻ്റെ അടുത്ത് നട്ട് കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് വെച്ചാൽ വായു സംബന്ധമായ അസുഖത്തിന് ഏറ്റവും നല്ലതാണ് കൂവളം എന്നുള്ളതാണ്. തുളസി മറ്റു കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ അടുത്ത് നട്ട് കഴിഞ്ഞാൽ പനി, ജലദോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീടിനോട് ചേർന്നിട്ട് ഞാൻ പറഞ്ഞ നേരത്തെ നെല്ലിയും അതുപോലെ തന്നെ ഈ പറയുന്ന പുളി, അതുപോലെ തെങ്ങ്, ഇങ്ങനെയുള്ള തെങ്ങൊക്കെ ഏത് ഭാഗത്ത് നടാം. എന്നാലും കൂടുതലായിട്ട് എന്ന് വെച്ചാൽ ഈ അഗ്നികോണിൻ്റെ ആ ഭാഗങ്ങൾ, തെക്ക് കിഴക്കേ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ തെക്ക് ഭാഗത്താണ് നെല്ലിയും പുളിയും ഒക്കെ നടുന്നിരിക്കട്ടെ. അവിടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നല്ലോ, ഈ സായാഹ്നത്തിലടിക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യകിരണം വളരെയേറെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ പറയുന്ന ഇലകളിൽ തട്ടിയിട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് എത്തും. കാരണം മറ്റുള്ളതുപോലെ തടഞ്ഞു നിൽക്കുന്ന ഇലയല്ല, ചെറിയ ഇലകളാണ്. അപ്പോൾ ഇപ്പോൾ തെങ്ങിൻ്റെ ഇച്ചിരി അല്ലികളുള്ള ഇലയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കേ കൂടിയും വരും. നെല്ലിയുടെയും പുളിയുടെയും ഇലകൾ വെച്ച് ചെറുതായതുകൊണ്ട് അതിൻ്റെ ഇലയിൽ കൂടി ഇടയ്ക്കേ കൂടി ഇതിൽ തട്ടിയിട്ട് അതിൻ്റെ ഔഷധം കൊണ്ടാണ് ഈ ചൂട് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുക. ആരുടെ ജനലും വാതിലുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് എല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇതെത്ര ഗുണം ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിൽ. അങ്ങനെ ഓരോന്നിനും ഓരോ തരത്തിലാണ് ഈ ഗുണം നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതു സമ്പത്തും എനർജിയും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൂര്യരശ്മിയും അതുപോലെ വായുവും ഒക്കെ നല്ല കൃത്യമായ രീതിയിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള മരങ്ങൾ നമ്മുടെ ചുറ്റും നട്ട് വളർത്തുന്നത്. അതുകൊണ്ട് എന്ത് വേണം ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നടാം, ഒരു ദോഷമൊന്നുമില്ല എവിടെ നട്ടാലും. പക്ഷേ നമുക്ക് ഉപകാരപ്രദമായ പരമാവധി ഒരു മാവ് നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നടുന്നത് നല്ലതാണ്. വടക്ക് ഭാഗത്തൊരു മാവ് നട്ട് വളർത്തി കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്നത് അത്ര കണ്ട് ഗുണമാണ്. അവിടെയാണ് നമ്മുടെ ഈ വീട്ടിൽ ഇപ്പോൾ തെക്ക് നിന്നും വടക്കോട്ടൊക്കെ ഒരു എനർജി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തെക്ക് നിന്നും വടക്കോട്ടൊക്കെ എത്തുന്ന എനർജിയെ പൂർണ്ണമായി ശുദ്ധീകരിക്കേണ്ടത് ആരാ? വടക്ക് ഭാഗത്തുള്ള ആയുധാണ്. അപ്പോൾ അതാണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട്. അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറായിട്ടും ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ഈശാന കോണിൽ നിന്നും കന്നിമൂലയ്ക്കും ഒരു ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഊർജ പ്രവാഹമുണ്ട്. ഇതിനൊക്കെ ശുദ്ധീകരിക്കാൻ ഏറ്റവും ഉപകാരപ്രദമാണ് ഇത്തരത്തിലുള്ള മരങ്ങൾ നട്ട് വളർത്തുന്നത്. അപ്പോൾ എന്ത് വേണം? നമ്മുടെ വീട്ടിലുള്ള അന്തരീക്ഷം ശുദ്ധമാക്കാൻ. ഇനിയിപ്പോൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ. വീടിനടുത്ത് വന്നിട്ട് ചേറ് എന്ന് പറയുന്ന മരന്മാരുണ്ട്. അതിൻ്റെ കായോ അതിൻ്റെ പാലോ തട്ടി കഴിഞ്ഞപ്പോൾ ചൊറിഞ്ഞ് പൊള്ളലേറ്റ പോലെ ഉണ്ടാവും. ഇങ്ങനെയുള്ള മരങ്ങളൊന്നും വീട്ടു പറമ്പിലേ വെക്കരുത്. അപ്പോൾ പരമാവധി പാലുള്ളതും മുള്ളുള്ളതുമായ വൃക്ഷങ്ങൾ വീടിൻ്റെ മുൻഭാഗത്തോ അല്ലെങ്കിൽ വീടിൻ്റെ തൊടിയോട് ചേർന്ന് ഒരിക്കലും നടരുത്. അതൊക്കെ നമ്മൾക്ക് ദോഷം ചെയ്യും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് വീട് നിശ്ചിത അകലത്തിലേ നടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മൾ മരങ്ങൾ നടുക. മരങ്ങൾ നമുക്ക് ദോഷമാകാത്ത വിധത്തിൽ നടുക. വീടിനോട് ചേർന്ന് നടാതിരിക്കുക. അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ പരമാവധി വീടിന് ചുറ്റും വെച്ച് പിടിപ്പിക്കുക. അതുപോലെ പിന്നെ വീടിനോട് ചേർന്ന് മുട്ടിയിട്ട് ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. മരങ്ങൾ നടുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണം കൂടി നോക്കിയിട്ട് അതിൻ്റെ ആ കാറ്റിൻ്റെ ദിശയും കൂടി നോക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുടെയും സഹായം വേണ്ട, നമുക്ക് അത്തരത്തിൽ വെക്കാം എന്നർത്ഥം. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കെല്ലാം അയച്ചു കൊടുക്കുക. അത് മറ്റൊരു കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ എന്ത് വേണം? ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ കണ്ടിട്ടുണ്ടാവാം, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ, എങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ യൂട്യൂബിൽ ആദ്യമായിട്ട് വരുന്ന ആൾ വിചാരിക്കും ഇതെന്താ ഈ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നു. ഓരോ ചാനലുകാരും പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് ഇതെന്ന് വിചാരിക്കും അല്ലേ? ടെൻഷൻ അടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇനിയും ഞാൻ പല വീഡിയോകൾ ഇടുന്നിരിക്കട്ടെ, ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സന്ദേശമായിട്ട് ഒരു മെസ്സേജായിട്ട് നിങ്ങളുടെ എത്തും. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് മെസ്സേജായിട്ട് നിങ്ങൾക്ക് വരും. അപ്പോഴെന്താണ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ക്രീൻ കാണുന്നില്ലേ, അതിന് തൊട്ട് താഴെയായിട്ട് സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ കാണാം. അവിടെ ഒന്ന് തൊട്ട് കൊടുക്കണം. ആ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യും? ഒരു ബെല്ലിൻ്റെ ചിത്രം, ഒരു മണിയുടെ ചിത്രം വരും. അതുകൂടി തൊട്ട് കൊടുക്കുക. തീർന്നു. ഇനി എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് മെസ്സേജായിട്ട് വരും. നിങ്ങൾക്ക് എപ്പോഴാണോ സമയമുള്ളത് ആ സമയത്ത് യൂട്യൂബിലൂടെ അത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ദയവ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ, ഇത് മാത്രമല്ല എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. താഴെ എൻ്റെ നമ്പർ ഉണ്ടാവും.
ആ നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവുമാണ് നമ്മുടെ വിജയം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.